ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇന്ന് എൻ വാസുവിനെ വിജിലൻസ് കോടതി മുൻപാകെ ഹാജരാക്കിയത്. ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് 14 ദിവസത്തേക്ക് കൂടി എൻ വാസുവിനെ റിമാൻഡ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ്. തന്ത്രിയുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ മുന്നിലെത്തും. SIT സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വാദങ്ങൾ തെറ്റാണെന്നും അതിവിചിത്രമായ വാദങ്ങളാണ് SIT പറയുന്നതെന്നും ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നും തന്ത്രി ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണെന്ന് സ്ഥിരീകരിച്ച് VSC ലാബിന്റെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം കവർന്നുവെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായാണ് വിവരം. 1998 സ്വർണം പൊതിഞ്ഞ മറ്റു പാളികളുമായി നടത്തിയ താരതമ്യ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളിയും 2019 പോറ്റി സ്വർണം പൂശാനായി കൊണ്ടുപോയി തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളിയുമാണ് ശാസ്ത്രീയമായി പരിശോധിച്ചത്. ഇതിനായി പാളികളിലൊന്ന് നിശ്ചിത അളവിൽ സ്വർണം വെട്ടിയെടുത്ത് 15 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. സീൽ ചെയ്ത കവറിൽ കൊല്ലം വിജിലൻസ് കോടതിക്ക് നൽകിയ പരിശോധനാ റിപ്പോർട്ട് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഈ റിപ്പോർട്ടുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നത്. ചെമ്പുപാളികളിലെ സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും VSCക്ക് ശാസ്ത്രീയ പരിശോധനയിൽ നിർണ്ണയിക്കാനായി. പരിശോധനാ ഫലത്തിൽ കോടതിയുടെ സ്ഥിരീകരണം കൂടി വന്നാൽ സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ.